ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമുക്ക് പലർക്കും ആ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ആ ഒരു സംശയമൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു പ്രത്യേക ഒരു ഗസ്റ്റാണുള്ളത്, മിസ്റ്റർ സുഭാഷ്. ഇദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്, ട്രെയിനറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സാർ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സാർ എന്താണ് ശരിക്കും ഇപ്പോൾ സാറ് ചെയ്യുന്നത്? ഞാൻ കസ്റ്റമൈസ്ഡ് ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കമ്പനിയുണ്ട്, ദ്വാരക മോളിൽ ഓഫീസുണ്ട്. വെബ് ഡിസൈനിങ് ആണ് അവിടെ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് പ്രത്യേകിച്ച് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും നിലവിലുള്ള ആളുകൾക്കും അവരുടെ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സാധ്യത എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും അവരവരെ നിലയ്ക്കുകൊണ്ട് അതിനുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ പുതിയതായിട്ട് സ്വന്തമായിട്ട് ഈ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയല്ലേ ഇപ്പോൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത്? എനിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോഴ്സസ് ഒക്കെ അല്ലേ, എന്തൊക്കെയാണ് അത് ചെയ്യുന്നത്? അതെ, നമുക്കിപ്പോൾ MSME മിനിസ്ട്രി ഉണ്ട്. അതാണിപ്പോൾ കേന്ദ്ര വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത്. നേരത്തെ SSI യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളുണ്ടായിരുന്നു. MSME എന്ന് പറയുമ്പോൾ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രണേഴ്സ്, അതായത് ചെറിയ, അതായത് ലാർജ് സ്കെയിൽ അല്ലാത്ത ഒരു മീഡിയം ലെവൽ എൻ്റെ താഴെ നിൽക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള. അതെ, അതിനകത്ത് നമുക്ക് 3 ലെവലുണ്ട്. നമുക്ക് MSMEയുടെ സൈറ്റിൽ നമുക്ക് നോക്കി അറിയാം. 2020 കൂടിയിട്ട് നല്ല പൂർണ്ണമായ വെബ്സൈറ്റ് നമുക്ക് MSMEയുടെ അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അനുസരിച്ചും ടേൺ ഓവറിനനുസരിച്ചിട്ടാണ് മൈക്രോ സ്മോൾ മീഡിയം 3 ലെവലിൽ 500 കോടി ടേൺ ഓവർ വരെ ഉള്ളതാണ് MSMEയുടെ അണ്ടറിൽ വരുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളതിന് മാത്രം മതി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ട പാക്കേജുകൾ ഓരോ വർഷവും ബഡ്ജറ്റിൽ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ GDP ഇത്രയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട സമയത്ത് GDPയുടെ 35% MSMEകളുടെ കോൺട്രിബ്യൂഷൻ ഇന്ന് ഇന്ത്യയിൽ. അപ്പം അതുകൊണ്ട് സാധാരണക്കാരനായ ആളുകളുടെ പ്രൊപ്പറേറ്റർഷിപ്പിനെ ഡെവലപ്പ് ചെയ്ത് അവരിലെ അക്കൗണ്ടിലേക്ക്, ബിസിനസ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഫ്ലോ വരുമ്പോഴാണ് GDP അടുത്തത് ഉയരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ലിമിറ്റുണ്ട് എത്തിക്കാൻ. അത് നമ്മളെ പോലെയുള്ള ഒരു NGO, ഇൻഡസ് ഗ്രോ എന്നുള്ള NGO ഉണ്ട് നമുക്ക്. ആ NGO ത്രൂ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും MSME ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവയർനെസ് പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് വർക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റായിട്ട് ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലെ ടൈപ്പ് ആയിട്ടാണ് അത് നമ്മൾ. അതെങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഗവൺമെൻറ്റിനുമായിട്ട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിന് എന്താണ്, അതായത് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളപരി എന്തൊക്കെയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് നിങ്ങളെ അവരൊരു പാർട്ട്ണറാക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റിന് പ്രൊജക്റ്റുകളുണ്ട്. ഇത് അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഒത്തിരി പദ്ധതികൾ അവർക്കുണ്ട്. അത് നമ്മളെപ്പോലുള്ള NGO ത്രൂ ആണ് അവർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ് എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മൾ പല പരിപാടികളിലും അവർക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഇപ്പോൾ 5 വർഷത്തോളമായി നമ്മൾ കേരളത്തിൽ പല പരിപാടിയും നടത്തുന്നു. ഉദാഹരണത്തിന് PM വിശ്വകർമ്മ യോജന, അതിൻ്റെ ലോഞ്ചിങ് പരിപാടിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന ആദ്യത്തെ കേരളത്തിലെ വലിയ എക്സിബിഷൻ, അതിൻ്റെയും ബാക്ക് എൻഡ് റിക്രൂട്ട്മെൻറ്റ് സൈഡിൽ നമുക്ക് ഔട്ട്സോഴ്സിംഗ് ആയിട്ട് നമ്മൾക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡയറക്ടറേറ്റുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ച് നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ചിട്ടും, പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു നെറ്റ്വർക്ക് നമ്മുടെ NGOയ്ക്ക് സഫീഷ്യൻ്റ് ആണെങ്കിൽ അവർ നമ്മളെ ഏൽപ്പിക്കും. നമുക്കിന്ന് കേരളം മുഴുവൻ ഫാക്കൽറ്റികളും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കോർഡിനേറ്റർമാരെയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കൃത്യമായ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും സാധിക്കും. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം.